പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന തിരുവചനം നിയമാവർത്തനം 32:10. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനത്തിലേക്കൊന്ന് വരാം. അവിടുന്ന് ദൈവം, സർവശക്തനായ ദൈവം നമ്മളെ കണ്ടെത്തുന്നത്, നമ്മളെ കണ്ടുമുട്ടുന്നത്, നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ അടുത്ത് നിന്ന് അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് ഈ തിരുവചനത്തിൽ വ്യക്തമാകുകയാണ്. എപ്പോഴാണ്? ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അത്രമാത്രം ചുട്ടുപൊള്ളുന്ന നൊമ്പരങ്ങളും സങ്കടങ്ങളും ഉള്ളിൽ നിറയുന്ന ഒരു ശൂന്യതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ്. ദൈവം നമ്മളെ കണ്ടെത്തുകയും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരനുഭവത്തെ കുറിച്ചാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. ഇവിടെ പറയുകയാണ്, അവിടുന്ന് വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ചു കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു എന്ന്. നമ്മൾ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ വാരിപ്പുണരുന്നു, പരിചരിക്കുന്നു, വളരെ ശ്രദ്ധയോടെ കണ്ണിലുണ്ണി എന്നതുപോലെ അവരെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. ഇതുപോലെ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ആ പരിചരണവും പരിലാളനയും വാരിപ്പുണരലും ഓമന മുത്തവും ഒക്കെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ ഈ പറയുകയാണ്, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ സുരക്ഷിതത്വം വിട്ട് പുറത്തോട്ട് വരാൻ ഇഷ്ടമില്ല. കൂടിന്റെ, കുടുംബത്തിന്റെ, കൂട്ടുകാരുടെ ഒക്കെ സുരക്ഷിതത്വത്തിൽ നിന്ന് ദൈവം തന്നെയാണ് ഉയർന്നു പറക്കാൻ, ദൈവത്തിൻ്റെതായ പദ്ധതികളിലേക്ക് ഉയർന്നു പറക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുവദിക്കുകയാണ്. അതിനുള്ള ശക്തിയും അഭിഷേകവും ദൈവം തന്നെ നമുക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.